സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നടത്തിയ കേസുകളുടെ ചെലവ് സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവൻ. 11 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്തയച്ചു. വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിനെതിരെ നടത്തിയ കേസുകളുടെ വക്കീൽ ഫീസ് സർവകലാശാലകൾ നൽകണമെന്ന അസാധാരണ ആവശ്യമാണ് രാജ്ഭവന്റേത്. സുപ്രീം കോടതിയിൽ കേസിനായി അറ്റോർണി ജനറൽ നൽകിയതടക്കം 11 ലക്ഷം രൂപ ചെലവായി. ഇത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ നൽകണം. ഓരോ സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ മാസം 20-നാണ് ഈ ആവശ്യം ഉന്നയിച്ച് സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്തയച്ചത്. കത്തിൽ സർവകലാശാലകൾ തീരുമാനമെടുത്തിട്ടില്ല. സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന്റെ കൂടി അനുമതിയോടെയാണ് ഈ തുക അനുവദിക്കേണ്ടത്. താൽക്കാലിക VC സ്വന്തം നിലയിൽ പണം അനുവദിച്ചാൽ എതിർക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. 2 സർവകലാശാലകളിലെയും കേസുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. സ്ഥിരം VC നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെട്ട തുക സർവകലാശാലകൾ അനുവദിച്ചാൽ തുടർ നിയമ നടപടിക്കുള്ള തുകയും അനുവദിച്ചു നൽകേണ്ടി വരും. സാധാരണ സർവകലാശാലകൾ കക്ഷിയായ കേസുകളിൽ മാത്രമാണ് നിയമ നടപടിക്കുള്ള ചെലവുകൾ സർവകലാശാലകൾക്ക് നൽകാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ സർക്കാരും ഗവർണറുമാണ് കേസിലെ കക്ഷികൾ. പിന്നെ എങ്ങനെയാണ് സർവകലാശാലകൾ ഈ കേസിനുള്ള പണം നൽകുക എന്ന ചോദ്യവും നിർണായകമാണ്. ഇത്തരത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം നിലയിൽ പണം അനുവദിച്ചാൽ അതൊരു കീഴ്വഴക്കമായി മാറാനും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.